என்னதான் நடக்கும் நடக்கட்டுமே, இருட்டினில் நீதி மறையட்டுமே, தன்னாலே வெளிவரும் தயங்காதே, தலைவன் இருக்கிறான் മയങ്കാതെ, ഒരു தலைവൻ இருக்கிறான் മയങ്കാതെ. ചേട്ടാ, അവൻ ഒരുപാട് വെളച്ചിലാ കാണിക്കുന്നത്. ഈ ആഴ്ച തന്നെ 13 പേരെയാ തട്ടിയത്. അതിൽ നമ്മുടെ ആൾക്കാർ 8 പേര്. ചേട്ടൻ മിണ്ടാതിരിക്കുന്നോണ്ടാ അവനൊക്കെ ഒന്നും നോക്കാതെ ഇങ്ങനെ കളിക്കുന്നത്. റാവുത്തർ ഇടപെട്ട ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുന്ന എനിക്ക് തോന്നുന്നു. നമ്മളെ ഏരിയയിൽ വരാൻ പറയട്ടെ. വണ്ടി അവന്റെ ഏരിയയിലേക്ക് വിടാ. പിള്ളേരോട് വരാൻ പറയട്ടെ ഏട്ടാ. വേണ്ട, തനിച്ചിറങ്ങാനാ പരിപാടി. ഇത് കലക്കൻ അടിയാണോ? வெளிவரும் தயங்காதே, தலைவன் இருக்கிறான் மயங்காதே, ஒரு தலைவன் இருக்கிறான் മയങ്കാതെ. കിളവനെ ഒറ്റയ്ക്ക് നമുക്ക് കിട്ടിയ എല്ലാം ഒന്നിച്ച് വലയിലായി. എന്നാ പൂശിയാല. അലക്സ് വരട്ടെ, അതല്ലേ മര്യാദ. ഈ പ്രാവശ്യം മിസ്സാവില്ലല്ലോ. ഒരിക്കലും മിസ്സാവില്ല. എന്നാ തീർത്തേക്കട്ടെ. തീർത്താ നല്ല കാര്യം. மனதுக்கு மட்டும் பயந்து விடு. மானத்தை உடலில் கலந்து விடு. இருக்கின்ற வரையினில் வாழ்ந்து விடு. இரண்டில் ஒன்று பார்த்து விடு. இரண்டனில் ஒன்று பார்த்து விடு. என்னதான் நடக்கும் நடக்கட்டுமே, இருட்டின் மீது மறையட்டுமே, തന്നാലെ വെളിവരും തയങ്കാതെ, തലവനുണ്ടി വിടെ മയങ്ങണ്ട. ആഹാ ഓഹോ പോയിട്ട് വരട്ടെ. വണ്ടി എടുക്കടാ. എന്നതാ നടക്കും നടക്കട്ടുമേ. അതെ, എന്തിനാണ് സ്വന്തം കുഞ്ഞിനെ പോലെ ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നത്? കുറച്ചേരം എനിക്ക് തടടാ. അങ്ങോട്ട് പോകുന്നേ? 10 രൂപ ടിക്കറ്റ് എടുത്ത ബാൽക്കണിയിൽ നിന്ന് കാണുമല്ലോ. ശ്രദ്ധിക്കുക, നീ ഇങ്ങോട്ട് വന്നേ. ചുമ്മാ ഒന്ന് കണ്ണ് കാണിച്ചാൽ മതിയായിരുന്നു. അവള് ഫോൺ നമ്പർ തന്നേനെ. അവളെ വെറുതെ കറിയിപ്പിച്ചിട്ട് ഫോൺ നമ്പർ ചോദിച്ചാൽ കൊടുക്കുമായിരുന്നു. ഞാൻ കൊടുക്കുമായിരുന്നു. ഗുഡ് പീപ്പിൾ, ഗുഡ് ജനറേഷൻ. ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നീ പോയിക്കോ കൂട്ടാ. എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട് പോകണം. എന്താടാ കണ്ണൂർ ടിപ്പ്? ഇതെന്താടാ ഇവിടെ ഇങ്ങോട്ട് നോക്കുന്നത്? നിന്നെ കൊണ്ടുപോയി. ഇപ്പൊ എല്ലാം തീരുമാനമായി. എന്നത് പിടിക്ക്.
ചെവി, എന്റെ ചെവി. ഇതെന്താ ഭജന കഴിഞ്ഞ് പായസം മേടിക്കുന്ന പോലെ അടി മേടിക്കുന്നത്? ഇതെന്താ കപ്പ് മൊന്ത ചളങ്ങിയ പോലെ ഇരിക്കുന്നത്? ശരിക്കും ചളകിയല്ലോ. കഴിഞ്ഞു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എല്ലാരും വെക്കോ. മിണ്ടായിരിക്കും വെച്ചേ, എല്ലാം കഴിഞ്ഞെന്ന്. ഇതാരാ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? അത്രയും പെട്ടെന്ന് എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും. അതെ, കപ്പ. ഇതെന്തെങ്കിലും ചളകിയിരിക്കുന്നേ? 6 ടീമിനെ കളിച്ച് തോപ്പിച്ച് മേടിച്ച കപ്പ് ചളക്കിട്ട് ചോദ്യം ചോദിക്കുന്നല്ലേ? മര്യാദക്ക് എന്റെ കപ്പ് തിരിച്ചു. ഞാൻ വേണേ കടയിൽ കൊടുത്തിട്ട് നിവർത്തി തരാടേ. അതെ, കപ്പ് വേണം. അതെങ്ങനെ നടക്കും മോനെ? ചൂടാവാതെ ഒരു കാര്യം പറയട്ടെ, നാളെ രാവിലെ 10 മണിക്ക് തന്നാ പോരെ? അതെ, 6 മണിയായില്ലേ, വീട്ടിലെല്ലാവരും അന്വേഷിക്കില്ലേ? നാളെ രാവിലെ കടയിൽ പോവാൻ പറ്റുള്ളൂ. ഇതേപോലുള്ള കപ്പല്ലേ വേണ്ടത്? കാശ് റെഡിയാക്കണ്ടേ എനിക്ക്? ഓക്കെ അല്ലേ? പ്ലീസ്. ശരി, ഓക്കെ. നാളെ രാവിലെ 10 മണിക്ക് എന്റെ കപ്പ് തിരിച്ചു തരൂലല്ലേ? പ്രോമിസ്. വരട്ടെ. എടി കിങ്ങിണി ചങ്ങണി, എന്റെ ഐഡി. ഹലോ, കപ്പ് തന്നിട്ട് വാങ്ങിച്ചാ മതി. എന്തോ കപ്പ് കിട്ടിയിട്ടുണ്ട്, കപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ കപ്പ് തന്നെയാ. നീ എവിടെ ആശീർവാദം പഞ്ചവാദി വേണോ? ഇതെന്നെ കൂത്തടവേ. നീ ഒരു പെണ്ണിനെ കണ്ടപ്പോ എല്ലാം മറന്നോ? നാട്ടിലെല്ലാവരും കാത്തിരിക്കുക. എന്തിന്? കപ്പിന്. അല്ലാതെ എന്തിന്? വീടിന്റെ അവിടെ ഹൗസ്ഫുള്ളാ. ഓ മൈ ഗോഡ്. സംഗതി മൂടി വെച്ചേക്കുന്നത് കാണുമ്പോഴേ അറിയാം കപ്പ അടിപൊളി കപ്പാണെന്ന്. എന്തിനാ മൂടി വെച്ചേക്കുന്നത്? ഇത് നാണക്കടവല്ലോ. ഈ കപ്പ ഒന്ന് കണ്ടിട്ട് വേണം എന്റെ കണ്ണടയ്ക്കണമെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുക. നീ ഇതെന്താ കപ്പ എന്നെ ഒന്ന് കാണിക്കാതെ പൊതിഞ്ഞു കെട്ടിയെടുത്തോണ്ട് പോകുന്നേ? കപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചിട്ട് പോകുമല്ലോ അല്ലേ? വാക്ക് മാറ്റരുത്. പരിഹാരം നല്ലവരെ കണ്ണു തുറന്ന് നോക്ക്. ഇത് നിങ്ങൾ കണ്ടില്ലേ? ഇനിയിപ്പോ കണ്ണുപിടിക്കോ? ഡേയ്, ഈ പഴയ ശരീരം എടുത്ത് എവിടെയും കൊണ്ടുപോയി കളയണം. മൈക്കിളെ, എന്റെ കണ്ണടയൊന്ന് മാറ്റണമെന്ന് തോന്നുന്നല്ലോ. ഈ പുതിയ കപ്പ് എന്താ ചളുങ്ങിയ പോലെ കാണുന്നല്ലോ. അയ്യോ, ഇതെന്ത് കൂത്താ? ഇത് പഴയ കപ്പാണോടാ? മൂക്കിലിടിക്കാതടാ. എന്താ എന്താ വേണ്ടേ? ബിഗിലേ. അച്ഛാ. എന്താ മോനെ ഇന്നത്തെ മാച്ച് ജയിച്ച? 2 അടിക്കുന്നോ? അയ്യോ, എനിക്ക് വേണ്ട. കുടിക്കുന്നെന്ന് എന്നോടൊന്ന് പറഞ്ഞു നോക്ക്. കൊന്നുകളെ ഞാൻ. ചുമ്മാ ഒരു സന്തോഷത്തിന് ചോദിച്ചതാ. നീ വേണ്ടെന്ന് പറയുമ്പോ അച്ഛനൊരു സന്തോഷം തോന്നില്ലേ? വാ മോനെ, ഇരിക്കേ. വേണ്ട അച്ഛാ. ഇരിക്കടാ. എനിക്കന്ന് 12 വയസ്സാ. എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ കുടിക്കുന്നു ചോദിച്ചു. ടപ്പെന്ന് ഞാൻ മേടിച്ചങ്ങ് കുടിച്ചു. ഇതുവരെ എനിക്കത് വിടാൻ കഴിയുന്നില്ല. 16 വയസ്സിലാ കത്തിയെടുത്ത് കൈ തന്നത്. പ്രശ്നങ്ങൾ നടക്കാൻ വേണ്ടി അവർ കത്തിയെടുക്കുന്നു, അത് തടയാൻ വേണ്ടി നമ്മൾ കത്തിയെടുക്കുന്നു. അതാണ് സത്യം. എന്നാൽ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് 2 പേരും റൗഡികൾ തന്നെയല്ലേ? അറിയില്ലേ? അതല്ല, എന്നോടൊപ്പം ഇരിക്കട്ടെ ബിഗിലേ. നിനക്ക് വേണ്ട. നിനക്ക് വേണ്ടടാ. നീ വേറെ റൂട്ടാ. നമ്മുടെ ഏരിയയിൽ പള്ളിക്കൂടം വന്ന പിള്ളേര് മാറുമെന്ന് പറയാറില്ലേ? ഇല്ല. അമ്പലം പണിയുന്നു, ചർച്ച് പണിയുന്നു, ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ആ പന്തെടുത്ത് പിള്ളേരുടെ കൈ കൊടുത്ത കണ്ടില്ലേ? അപ്പം മാറിയതാ എല്ലാം തന്നെ. ബീച്ചില് വടിയും വടിവാളുമായിട്ട് നടന്ന പിള്ളേരെല്ലാം ഗ്രൗണ്ടിൽ ചുമ്മാ നടക്കല്ലേ ഇപ്പോ? വഴക്കുണ്ടാക്കാനൊന്നും അവർക്ക് നേരമില്ല മൈക്കിളെ. ടൂർണമെന്റ്, മാച്ച് എന്നും പറഞ്ഞ് പിള്ളേരെല്ലാം ഭയങ്കര ബിസിയാ. ഇതിനൊക്കെ കാരണം ആരാ? ഈ രായപ്പനാണോ? മൈക്കിളാണോ? ബിഗിലേ.
ആ ശബ്ദം. ബിഗിലാണ് അവരുടെ ഹീറോ. ബിഗില് മാതിരി കളിക്കണം, ബിഗില് മാതിരി ടിവിയില് പേരെടുക്കണം. അങ്ങനെ ബിഗിലെ 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 ബിഗിലെ. ഇതൊന്നും നീ വിട്ടുകളയല്ലേ ബിഗിലെ. നീ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. ഈ രാജ്യം മുഴുവൻ അറിയണം നീ എവിടുന്നാ വന്നേന്ന്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചേരി ലോകം മുഴുവനും തിരിച്ചറിയുള്ളൂ. നിന്നെ പിടിച്ചോണ്ട് ഓരോരുത്തരിങ്ങനെ പുറത്തേക്ക് വരും മോനെ. ഏത് ഏരിയ പ്രശ്നം ഉണ്ടായാലും നമ്മുടെ പിള്ളേരെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോന്നേ. അതിന് മാറ്റം ഉണ്ടാവണ്ടേ. കത്തി 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 അതൊന്നും വെച്ചോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ കളി മാത്ര നമ്മുടെ ജീവിതശൈലി മാറ്റാൻ പോകുന്നത്. നിന്റെ അച്ഛന് വിശ്വാസമുണ്ട് മോനെ. എനിക്കും വിശ്വാസമുണ്ട് അച്ഛാ. നീ നിനക്ക് വേണ്ടി കളിക്കുന്നില്ല ബിഗിലെ. നമ്മുടെ ജനത്തിന് വേണ്ടിയല്ലേ നീ കളിക്കുന്നേ. അതാടാ കളി. അടിച്ച് കലക്കലടാ നിന്റെ കളി. കപ്പ് പ്രധാനം ബിഗിലെ. വിട്ടുകളയല്ലേ. തീർച്ചയായിട്ടും അച്ഛാ. ശരി മോൻ പോയി കിടക്ക്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ. രാവിലെ പ്രാക്ടീസ് ഇല്ലേ നിനക്ക്? ഉണ്ടച്ചാ. എന്നാ ചെല്ലടാ മോനെ. എന്താച്ചാ? കെട്ടിപ്പിടിക്കടാ. ഏഞ്ചൽ ആശീർവാദം. ഇന്നാച്ചാ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടത്. ഐഡിയ കാർഡ് എങ്ങനെ താഴെ വീണെന്ന് കണ്ടില്ല. ഒരുപാട് നടന്നായില്ല. ഈയിടെ അച്ഛാ കണ്ടത്. നന്നായിട്ടുണ്ട് മോനെ. നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. താങ്ക്സ് അച്ഛാ. പറഞ്ഞേക്കാം. അവൻ തരികടെ.